ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞ് സൺഡേ ഇന്ന് നമ്മുടെ യൂബറിൻ്റെ ഓടാൻ തുടങ്ങാണ്. ഈവനിങ് 4 മണിക്കാണ് ഇന്ന് ഇറങ്ങുന്നത്. കുറേ സർജൊക്കെ കാണുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ഓണാക്കിയ പാടെന്തോ പ്രശ്നം കാണുന്നുണ്ട്. എന്താ സംഭവം നോക്കട്ടെ. അടിപൊളി. ആരോ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റൈഡർ റിപ്പോർട്ടഡ് യു സ്പീഡിങ് ഷാർപ്പ് ടേണിങ്. പിന്നെ പ്രോ റൈഡർ ആയതുകൊണ്ട് ഏതൊരു റൈഡർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ടേണിങ് എന്നൊക്കെ ഷാർപ്പ് ടേൺ ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഓർമ്മയില്ല. ഇന്നലെ എല്ലാവരും മെന്നാന്നൊക്കെ നല്ല ഓട്ടം തിരക്കായതുകൊണ്ട് കുറച്ച് നല്ല സ്പീഡിൽ ഓടിയിട്ടുണ്ട്. എയർപോർട്ടിൽ 71 to 75 അവിടെ നിന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് യൂബർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ യൂബർ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയൊന്ന് റാപ്പിഡോ കൂടെ ഓൺ ചെയ്യണം. അപ്പോൾ റാപ്പിഡോ കൂടെ അപ്പോഴേക്ക് യൂബറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അത് മാച്ച് ട്രിപ്പാണ്. 5 കിലോമീറ്റർ 136 എടുത്തു. ഫസ്റ്റ് ട്രിപ്പല്ലേ, കിട്ടുമില്ല എന്താണെന്നറിയില്ല, നോക്കാം. യൂബർ എടുത്ത് നോക്കട്ടെ. യൂബർ ഗോ മാച്ച് അത് കിട്ടിയില്ല. റിക്വസ്റ്റ് ഹാവ് ബീൻ ടേക്കൺ, അത് വേറെ ആരും എടുത്ത്. അപ്പോൾ അത് പോയി. അപ്പോൾ നമുക്ക് റാപ്പിഡോൻ്റെ അവസ്ഥ എന്തായി നോക്കാം. അതിനകത്ത് ഡ്രൈവർ മാച്ചിൽ അടുത്ത 2 കിലോമീറ്റർ അതെടുക്കാം. അത് ഗോ ആയിട്ട് അടിച്ചത് ക്രൈസ്. അപ്പോൾ കസ്റ്റമറൊന്ന് പിക്ക് ചെയ്യാം. കത്തിരിക്കടവാണ് കാണിക്കുന്നത്. 700 മീറ്റർ അങ്ങനെയാണ് കാണിച്ചത്. നോക്കട്ടെ. ഒരു കിലോമീറ്റർ ആയോ? സെബാസ്റ്റ്യൻ റോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. 1 വേ അല്ലേ. ഞായറാഴ്ച ആയിട്ട് നൈസായിട്ട് എടുത്ത് നോക്കാം. അല്ലേ വേണ്ട, 1 വേയിലോട്ട് പോയിട്ട് റിസ്ക് എടുക്കണ്ട. നമുക്ക് കുറച്ച് ലെഫ്റ്റിൽ പോയിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് യൂ ടേൺ അടിക്കാം. അങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പാണ്. 3 കിലോമീറ്റർ അങ്ങനെ എന്തോ കാണിച്ചത്. നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു യൂ ടേൺ വരുന്നുണ്ട്. ആ യൂ ടേൺ എടുക്കാം. അതിലേ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അരിയത്തായിരുന്നു. പിന്നെ 1 വേയിലോട്ട് എടുത്ത് വെറുതെ എന്തിനാ സീനാണ്. ഇങ്ങോട്ട് വന്ന് തട്ടിയാൽ പോലും സീനാണ്. അപ്പം നമുക്കിങ്ങനെ പോകാം. നമ്മൾ നേരത്തെ നിന്നിട്ടുണ്ടായിരുന്ന ഇവിടെ ഈ റൈറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ റൈറ്റിലേക്കുള്ള റോഡാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 100 മീറ്റർ എത്ര എടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിപ്പോകും. അപ്പോൾ നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആ കസ്റ്റമറെ നമ്മൾ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലാണ് നിർത്തിയത്. അപ്പോൾ തന്നെ വേറൊരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? കലൂര്. നോക്കട്ടെ. രവീന്ദ്രേട്ടൻ ഇപ്പോൾ എവിടെയാണ് കൊണ്ടേക്കണ്ട? 900 മീറ്റർ. ബാറ്റാഷു കലൂര്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ രവീന്ദ്രനെ ഡ്രോപ്പ് ചെയ്യാൻ പോകണം. ഇനി ഒരു 2 മിനിറ്റാണ് ഡ്രോപ്പ്, പിക്കപ്പ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ കലൂര് സിഗ്നൽ ബ്ലോക്കിലാണ്. ഇനി 14 കിലോമീറ്റർ അങ്ങനെ പോകാനുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പം കലൂര് ബ്ലോക്കിലാണുള്ളത്. ഇനി 1 മിനിറ്റ് 180. അപ്പോൾ ഗേസ്, അപ്പോൾ 368 രൂപ കിട്ടി. രവീന്ദ്രേട്ടൻ ഇറക്കിയിട്ടുണ്ട്. ആ പോകുന്നതാണ് രവീന്ദ്രേട്ടൻ. അവരുടെ വൈഫും ഉണ്ടായിരുന്നു.
ഓക്കെ. അപ്പോൾ തന്നെ വേറൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്, ഫാത്തിമ. ഇനിയിപ്പോൾ ഫാത്തിമാനെ പിക്ക് ചെയ്യണം. ഫാത്തിമ എവിടെയുള്ള നോക്കട്ടെ. ഇവിടെ മുന്നോട്ട് തന്നെയാണ് കാണുന്നത്, പോയി നോക്കട്ടെ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. മാപ്പ് കാണിച്ചു തെറ്റിയതാണ്. ഞാൻ രണ്ടാമത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഫാത്തിമാനെ പിക്ക് ചെയ്യാൻ. ഇപ്പോൾ രവീന്ദ്രനായിട്ട് ഇറക്കിയിട്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറം പോയിട്ട് വേണം ഈ ഫാത്തിമ കൂടെ പിക്ക് ചെയ്യാൻ. ഫാത്തിമ മോളാ, ഫാത്തിമ താത്തയാ, ആരാന്നറിയില്ല, നോക്കാം. അപ്പോൾ അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥലം എന്ന് വെച്ചാൽ നായരമ്പലത്താണ്. കലൂരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓർഡർ നായരമ്പലത്താണ്. ഒരു 17 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്. 300 സംതിങ്ങാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 4 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 5:12 5:12 നമുക്കിപ്പോൾ മൊത്തം കിട്ടിയ ഏർണിങ്സ് 355. ഒരു മണിക്കൂർ കൊണ്ടാണ് 355. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ മൊത്തം ഏർണിങ്സും പ്രോഫിറ്റും ഒക്കെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എത്ര ഓടി, എത്ര കിലോമീറ്റർ, എത്ര കിട്ടി, ലാഭമാണോ നഷ്ടമാണോന്നൊക്കെ നമുക്ക് ലാസ്റ്റിലായി മനസ്സിലാവും. ഓക്കെ. ചില സമയത്ത് കിലോമീറ്ററിന് 20 നല്ല ഓട്ടാണ് വെച്ച് കിട്ടുകയാണെങ്കിൽ. ചില സമയത്ത് നമ്മൾ ഈ ഓടുന്ന ഒരു കസ്റ്റമർ ഇറക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് അടിയും. അപ്പോൾ നമ്മൾ ആ തിരക്കിലങ്ങ് എടുത്തോ, ഇതൊന്ന് കാൽക്കുലേറ്റ് എത്ര ഉണ്ട് എന്നൊന്നും കൂട്ടാനോ കാര്യങ്ങളോ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ആ ട്രിപ്പ് അങ്ങ് എടുത്ത് കഴിഞ്ഞ് മറ്റേ കസ്റ്റമർ ഇറക്കിയതിൻ്റെ ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇതിന് കിലോമീറ്റർ 16 ആണല്ലോ എന്നൊക്കെ മനസ്സിലാകും. അങ്ങനെയും യൂബർ ചാമ്പുന്നുണ്ട് ഇടയ്ക്ക്. നല്ല ക്ലൈമറ്റ്, വെയിലുണ്ട് നല്ല. ഞാൻ ഈ സമയത്തൊന്നും സാധാരണ പൊതുവേ ഓടാറില്ല. ഞാൻ രാവിലെ ഒരു 6 മണിക്കൊക്കെ ഇറങ്ങും, ഒരു 9 മണി വരെ. പിന്നീട് രാത്രി 9 മണിക്കോ ശേഷമാണ് ഇറങ്ങാറ്. AC ഇട്ടിട്ടും വലിയൊരു തണുപ്പങ്ങ് സെറ്റാകുന്നില്ല. രാത്രി കിട്ടുന്ന ആ ഒരു തണുപ്പ് കിട്ടുന്നില്ല. ഒന്നാമത് ചൂട്, വെയിലിൻ്റെ ചൂട് നല്ല ചൂടാണ്, അതായിരിക്കും. അപ്പം ഇനി ആ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കല്ലേ ആ കസ്റ്റമറെ. വരുന്നുണ്ടെന്ന് പറയാം. ഇനി അവിടെ എത്താൻ നേരത്തെ ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിലോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എവിടെത്തി? എന്താ വന്നോണ്ടിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ്. ഓക്കെ ശരി. അപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചങ്ങ് പോകാമല്ലോ, വെറുതെ അവിടം വരെ പോയിട്ട് പോസ്റ്റ് ആവണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ കസ്റ്റമറുടെ ലൊക്കേഷൻ. ഫാത്തിമ എന്ന് കാണിച്ചത്. ചെറിയ റോഡാണ്, ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വളക്കാൻ പറ്റുമോ ഇല്ല എന്നൊന്നും അറിയില്ല. ഇങ്ങനത്തെ കസ്റ്റമറൊന്നും പുറത്ത് റോഡിലേക്ക് വന്ന് നിൽക്കണ്ട. എന്നാൽ ഒരു കാറ് ഡ്രൈവറൊക്കെ ബുദ്ധിമുട്ടൂലേ. നമുക്ക് അവിടുന്ന് വളച്ചെടുക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ 2 സ്പ്ലിറ്റ് ആയിട്ട് 2 റോഡ് കാണുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ അല്ലാത്ത കേസ് പറയാം. ചിലത് റോഡ് കണ്ടോ നിങ്ങൾ, ചെറിയ റോഡാണ്. അങ്ങനൊരു കാറ് വരുന്നുണ്ട്. അവിടെ ഒന്ന് സൈഡാക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നോക്കട്ടെ.
ഫാത്തിമ എന്ന് പറഞ്ഞ അവരിറങ്ങിയ സ്ഥലമാണ്. ഇത് സ്ഥലം നോക്കി കാറ് വളക്കാൻ കാട്ടിലൊക്കെ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ഥലം. ഈ ട്രിപ്പ് അത്ര ഒരു സുഖകരമല്ല. കാരണം എന്താന്ന് വെച്ചാല് ചെറായിലൊക്കെ വൻ ബ്ലോക്കായിരുന്നു. ഇന്നത്തെ ദിവസം റാലി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറായിയൊക്കെ വൻ ബ്ലോക്കായിരുന്നു. പിന്നെ അതുപോലെ ഈ കസ്റ്റമറുള്ളതിന് അവരെ പിക്ക് ചെയ്യുന്ന സ്ഥലവും ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവരെ പിക്ക് ചെയ്യുന്ന സ്ഥലവും ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലവും എല്ലാം ഈ ചെറിയ ഈ ഇടവഴിക്കാണ്. പിന്നെ ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, വളച്ച് പോരാ. സ്വിഫ്റ്റ് ഡിസയർ അതൊക്കെയാണ് പെട്ടു. പിന്നെന്ത് ചെയ്യാ, അവര് ചില കസ്റ്റമറെ വീടൊക്കെ ഇരിക്കുന്ന ഇതുപോലത്തെ ഉള്ള ഏരിയയിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം കസ്റ്റമർ ചെയ്യേണ്ടത് മാക്സിമം ഒരു കാറ് വളക്കാനുള്ള, ഇപ്പോൾ ഇവിടെയൊക്കെ വളക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കസ്റ്റമർ കുറച്ച് ഇങ്ങോട്ട് വന്ന് നിൽക്കുക, ആ ഒരു ഹെൽപ്പ് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും. കുറച്ചൊന്ന് അവിടെ നിന്ന് നടന്ന് കുറച്ചൊന്ന് ഇങ്ങോട്ട് വന്ന് നിന്ന് ഇതെവിടെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇനിയിപ്പോൾ വേറൊരു ഓർഡർ കൂടി അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അടിച്ചത് നോക്കട്ടെ. അവിടെ തന്നെ ആ ഓട്ടത്തിൽ തന്നെ അടിച്ചതാണ്. അത് നന്ദന എന്ന് പറഞ്ഞതാണ്. നന്ദന വടക്കേക്കര നന്ദന. ഇനിയിപ്പോൾ എത്ര പിക്കപ്പ്? 3 കിലോമീറ്റർ പിക്കപ്പ് നന്ദനാണ്. എന്തായാലും പോയേ പറ്റും, നോക്കാം. പോകുന്ന വൈകിട്ടൊരു ചായപ്പൊടി ഉണ്ടെങ്കിൽ ചായയും കുടിക്കണം. ചിലപ്പോൾ ചായ കുടിക്കുന്ന ആ ടൈമൊക്കെയാണ് ചിലപ്പോൾ കസ്റ്റമറിനെ അങ്ങ് ക്യാൻസൽ ചെയ്യും. കാരണം കഴിയുന്നില്ല, നടുക്ക് വേദന എടുക്കും. കുറേ ബ്ലോക്കിൽ നിന്ന് ആ ചെറായി അവിടുന്ന് പോലീസുകാർ വണ്ടി ചെറായി ബീച്ചിനകത്തൂടെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് വഴിതിരിച്ചു വിട്ട് അങ്ങനെ പിന്നെ ബീച്ചിനകത്തൊക്കെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമറെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പോവാം. ഇത് നല്ല ഒരു കസ്റ്റമർ ആകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അവിടെ ചെല്ലാൻ നേരത്തെ കസ്റ്റമർ അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. ആ കസ്റ്റമർ കയറുക, നൈസായിട്ട് എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യാം, പോവാം. നമ്മളും ഹാപ്പി, കസ്റ്റമർ ഹാപ്പി. മറ്റ് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഒരുങ്ങി കെട്ടി ഇരിക്കുമായിരിക്കും. വരുന്ന 10 മിനിറ്റ്, നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒരു 50 രൂപയെങ്കിലും കിട്ടുകയാണെങ്കിലോ. ഈ ഊബറിൻ്റെ കേസിൽ 1 മിനിറ്റിന് വെയിറ്റ് ചെയ്താൽ തന്നെ ഒന്നും കിട്ടില്ല. 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ 2 രൂപയോ അങ്ങനെ എന്തോന്ന് എൻ്റെ അറിവിൽ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കും അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ 10 രൂപ 20 രൂപയായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റത്തെ 5 മിനിറ്റ് ഫ്രീ ആണ്. അതിന് ശേഷമുള്ള വെയിറ്റിംഗ് ആണ് യൂബർ 5 രൂപ അങ്ങനെ തരുന്നത്. ഇത് കണ്ടോ, ഇൻഡിക്കേറ്ററും ഇല്ല, ഒരു കുന്തോ ഇല്ല, പറയുന്നില്ല, ഒറ്റ വളക്കലാണ്. ഒക്കെ എന്താ പറയുക, അങ്ങനത്തെ കുറേ ടീമുണ്ട്. ഒരു ഡാഷ് ക്യാം വെക്കണം എന്തായാലും. കണ്ടോ അടുത്ത ടീം അപ്പോൾ കയറി വരുവാനോ. എന്താ പറയാൻ, ഇങ്ങനത്തെ ഒക്കെ കണ്ടുപിടിക്കണം. ഡാഷ് ക്യാം തന്നെ വേണം. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കാരണം പിറകിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ സൗണ്ട് എന്നൊരു പിടിയും കിട്ടിയില്ല. നോക്കട്ടെ, ഒന്നുകൊണ്ട് ഓടി നോക്കിയിട്ട് നോക്കാം. എന്തോ ഒരു കിണി സൗണ്ട്. ഇതുവരെ അങ്ങനെ സൗണ്ട് ഉണ്ടായിട്ടില്ല. നോക്കട്ടെ, ഡോറൊക്കെ തുറന്ന് അടച്ച് ചിലപ്പം പോയിട്ടുണ്ടോ. ഇപ്പം ഇല്ല. അപ്പോൾ ഇതുവരെ നന്ദന വിളിച്ചിട്ട് എടുത്തിട്ടില്ല. റിങ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇപ്പോൾ ഒരു 450 മീറ്ററും കൂടിയാണല്ലോ. അമ്പലത്തിലാണ്. നല്ല ക്ലൈമറ്റ് ഇവിടെ അടുത്ത്
കസ്റ്റമറാണ് പോകുന്നത്, നന്ദനം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഏരിയ എന്ന് വെച്ചാൽ ആലുവ നോർത്ത് റെയിൽവേ സ്റ്റേഷന്, പിന്നെ അതുപോലെ തന്നെ MG റോഡ്, എയർപോർട്ട്, നെടുമ്പാശ്ശേരി അങ്ങനെയൊക്കെയാണ് കിട്ടാറ്. കടവന്തര, വൈറ്റില. ഇന്നിപ്പോൾ നേരത്തെ ഇറങ്ങി ചെറായിൽ വന്ന് നോക്കുമ്പോൾ ചെറായിൽ പെട്ടുപോയി. ചെറായിൽ കാരണം ഇന്ന് ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അതിലുണ്ടെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. നോക്കട്ടെ, ഘോഷയാത്ര ടീമെല്ലാം ഉണ്ടായിരുന്നു, നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ചെറായി ഭാഗത്തുനിന്ന് കലൂരേക്ക് ലൊക്കേഷൻ ഇട്ട് നോക്കി. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ യൂബർ ഓഫ് ചെയ്തു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് വള്ളിയായിരിക്കും. കാരണം ഇത് നോക്ക്, കലൂർ ഭാഗത്തേക്ക് പോകുന്ന ഫുൾ ബ്ലോക്ക്. ഈ റെഡ് കാണുന്നതൊക്കെ ബ്ലോക്കാണ്. 1 മണിക്കൂർ 23 കിലോമീറ്റർ ഓടാൻ. അപ്പം ഞാൻ കരുതി തൽക്കാലം യൂബർ ഓഫ് ചെയ്തല്ലോ, വണ്ടിയും ഇവിടെ സൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു തട്ട് കട കാണുന്നുണ്ട്, നല്ല ചായ, കാപ്പി, ഇടിയപ്പം, പൊറോട്ട, എന്തായാലും ചെറുതായിട്ടൊന്ന് അടിക്കാം. അപ്പോൾ അത് നടക്കട്ടെ, അടി നടക്കട്ടെ. അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞാലും ബ്ലോക്കൊക്കെ പോയിട്ട് മെല്ലെ ഇറങ്ങാം. ഓക്കെ, നോക്കട്ടെ. അപ്പം ഗൈസ് എന്തായാലും ഞണ്ണീറ്റ് വരാം. അപ്പം ഗൈസ് ഫുഡ് കഴിക്കട്ടെ. പൊറോട്ടയും നല്ല നെയ്യും ബീഫും സെറ്റ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാക്കനാടേക്ക് ഒരു ഓട്ടം വന്നിട്ടുണ്ട്. 3 കിലോമീറ്റർ പിക്കപ്പ്. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത്, അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. കാക്കനാടേക്കാണ് ഇത്. 800 സംതിങ് ആണ് കാണിച്ചത്. നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് നോക്കാം. ഇതാ कंफर्म भी नहीं हुआ। देखो OTP कुछ नहीं आया है, वो कैंसिल कर दिया था। OTP आया ही नहीं। आपका नेट बंद किया ना, नेट ओपन नहीं किया, फिर कैसा आएगा? हॉटस्पॉट कहाँ बुक? हॉटस्पॉट चला जाएगा, चला जाएगा, चला जाएगा, चलेगा। चलो OTP आया ही नहीं है, देखिए मैं इसीलिए हटा दिया। तो OTP आया है, गाड़ी नंबर नहीं आया। हाँ OTP आएगा तभी ना गाड़ी नंबर आएगा। OTP है ना, ठीक है। चलो चलेगा, चलो ओके ठीक है। गाड़ी नंबर यही है यार, देखो देखो 83 86 83 അപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ഒന്നും ഓർഡറൊന്നും കിട്ടിയിട്ടില്ല. യൂബറിൽ 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. 1537. 5 ട്രിപ്പിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ട്രിപ്പ് കാക്കനാട് വരെ, ചെറായിന്ന് കാക്കനാട് 529 കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തത്. യൂബർ അത് കൂട്ടി തന്നിട്ടുണ്ട്. 800 299 തന്നിട്ടുണ്ട്. 270ഓളം. പിന്നെ ഇതെന്തോ ക്യാൻസലായി. 2 ട്രിപ്പ് കസ്റ്റമർ ഓടുന്ന ടൈമിൽ തന്നെ എടുത്താൽ അത് ലേറ്റ് ആയതുകൊണ്ട് കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തു. പിന്നെ 169 ഒരു ട്രിപ്പിൽ യൂബർ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തത്. 140 തന്നിട്ടുണ്ട് അവരെ കമ്മീഷൻ കഴിച്ചിട്ട്. പിന്നെ 329 16 കിലോമീറ്റർ കമ്മീഷൻ. ഈ 329 എന്നെല്ലാം കണ്ട് 16 കിലോമീറ്റർ കണ്ട് ചാടിക്കേറി എടുത്തതാണ്. കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂബർ കമ്മീഷനെല്ലാം കഴിഞ്ഞിട്ട് 240 എന്ന് പറയുമ്പോൾ കിലോമീറ്ററിന് എത്ര വലിയ നല്ല റേറ്റൊന്നുമില്ല. 10 കിലോമീറ്റർ 200 4 200 300 റുപ്യെല്ലാം കിട്ടുന്ന ട്രിപ്പാണ് ഇത്. 367 17 കിലോമീറ്റർ 289. അതും അത്ര നല്ല ഇതൊന്നുമല്ല, 289 റേറ്റ്. അങ്ങനെയാണ് ഇന്നത്തേത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ലൊക്കേഷൻ ഇടാം, കലൂരിക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് പോവാം. കാരണം ഏകദേശം CNGയുടെ കാര്യത്തിൽ ഇവിടെ എല്ലാം റെഡല്ല ഇതുണ്ടല്ലോ, സർജ് ഉണ്ടല്ലോ. CNG ഏകദേശം ഇനിയിപ്പോൾ 2 ഘട്ടം മാത്രമേ ഉള്ളൂ. CNG മൊത്തം ഞാനിപ്പോൾ CNG അടിച്ചത് ഇന്നലെ 700 സംതിങ്ങിന് അടിച്ചതാണ്. ഇന്നലെ എന്നിട്ടൊരു 2-3 ട്രിപ്പായിട്ട് ഇന്നലെ എടുത്ത ട്രിപ്പ് ഇന്നലത്തെ ട്രിപ്പ് ഇന്നലെ 799 റുപ്യക്ക് ട്രിപ്പ് അടിച്ചിട്ട് 700 റുപ്യ ആയിട്ടാണ് CNG അടിച്ചത്.
അപ്പോൾ ആ CNGൻ്റെ പൈസ ഇന്നലെ കിട്ടിക്ക്. പിന്നെ ഈ കിട്ടിയ 1537 പ്രോഫിറ്റാണ്. ഓക്കെ, അതാണ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ CNG അടിക്കണം. അപ്പോൾ CNG നോക്കിലെ നോക്കാം നമുക്ക്. ആദ്യം കലൂരിക്ക് ലൊക്കേഷൻ ഇട്ട് ആ ഭാഗത്തേക്ക് പോകാം. ഇനിയും അങ്ങും ഇങ്ങും പോകാൻ വയ്യ, ഓൺലൈൻ കൊടുക്കാം. അപ്പോൾ പിന്നെ ഡെസ്റ്റിനേഷൻ അൺഅവൈലബിൾ പണി കിട്ടുക നോക്കാം. എന്തായാലും നോക്കി നോക്കാം ഏതാ അടുത്തേക്കാണ് കിട്ടുന്നത് ഓർഡർ നോക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ റാപ്പിഡോ കൂടി ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റാപ്പിഡോയിൽ ലൊക്കേഷൻ ഒന്നും എടുക്കട്ടെ. പിന്നെ ഇപ്പം വന്നത് AC വിത്തൗട്ട് AC വന്നത്. അപ്പോൾ നല്ലൊരു ചൂടുണ്ട്, കുറച്ച് നേരം തണുപ്പിക്കട്ടെ. യൂബറിൽ നമുക്ക് യൂബർ പിടിച്ചിരിക്കണം. അപ്പോൾ യൂബർ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ വാലറ്റിൽ 361 യൂബർ എനിക്ക് തരാനുണ്ട്. 8-ാം തീയതി അത് കയറും. ഇനിയിപ്പോൾ ഏതെങ്കിലും കസ്റ്റമർ ക്യാഷ് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ യൂബറിൻ്റെ കമ്മീഷൻ ഇതിൽ നിന്ന് മൈനസ് ആവും. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ആവും. അല്ലെ പിന്നെ 8-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും ആ പൈസ കയറാൻ. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്, ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ക്യാഷ് ഔട്ട് അൺഅവൈലബിൾ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഇവിടെ കുറച്ച് തണുക്കട്ടെ, നോക്കാം. നല്ല ട്രിപ്പ് വന്നാൽ മതിയാണ്. അതും MG റോഡ്, കലൂർ, എടപ്പള്ളി ആ സൈഡിൽ വന്നിട്ടുണ്ടേ കഴിച്ചല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങ് നേരെ പോവാം. ഇപ്പം എന്തായാലും നല്ല ക്ഷീണമായി. 1 മണിക്കൂറൊക്കെ ലോങ് ട്രിപ്പ് ഓടി. നോക്കാനി നല്ല ട്രിപ്പ് വന്നാൽ കഴിച്ചലായി. ട്രിപ്പ് വന്നിട്ടുണ്ട് 5-9-186 എടപ്പള്ളി അമൃത നഗർ. അത് കിട്ടിയില്ല കേട്ടോ, അത് വേറെ ആരോ എടുത്ത്. യൂബർ പ്രയോറിറ്റി എന്നുണ്ട്. അത് കുഴപ്പമില്ലാത്തൊരു 10 കിലോമീറ്റർ 187, 20-200, 18 പോയിൻറ്റ് സംതിങ് 19. കുഴപ്പമില്ല, അവിടെ തന്നെ ഇരിക്കാം. വേറെ ഓർഡർ വരും, നോക്കാം നമുക്ക്. ഒരു 13 കിലോമീറ്റർ 266 മാച്ച് ട്രിപ്പാണ്. കിട്ടുമോയെന്നറിയില്ല. അതെന്താ അതും പോയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഇതിൽ നോക്കിയത്, ഇൻബോക്സിൽ മെസ്സേജ്. അപ്പോൾ ആരോ യു റിസീവ്ഡ് എ റിപ്പോർട്ട് അൺസേഫ് ഡ്രൈവിങ്. അത് കുറേയൊക്കെ കസ്റ്റമർ വെറുതെ നമ്മൾ ഇതിൽ. അത് 5 സെപ്റ്റംബർ അല്ലേ? ഇന്നത്ര ഡേറ്റ്? ഇന്നല്ലല്ലോ, ഇന്ന് 6 ആയിട്ടില്ലേ? 6 തോന്നുന്നു. അടുത്ത 14 കിലോമീറ്റർ 206 യൂബർ ഗോ കളമശ്ശേരിയിൽ നിന്ന്. അത് കിട്ടുമോ? അത് കിട്ടാത്തതല്ല, വേണ്ടാന്ന് വിചാരിച്ചാൽ ചിലപ്പം കിട്ടും. അങ്ങനെ ഒരു സീനുണ്ട്. കിട്ടി. വള്ളി 266 14 കിലോമീറ്റർ. ഞാൻ പോകുന്നില്ല, 7 കിലോമീറ്റർ പോകാൻ പറ. കസ്റ്റമറെ വിളിച്ചു പറയട്ടെ. കണ്ടോ, നമ്പർ ഇങ്ങനെയാണ് കാണിക്കുക. നമുക്ക് കസ്റ്റമറുടെ നമ്പറോ കാര്യങ്ങളൊന്നും കിട്ടില്ല. കസ്റ്റമറെ വിളിച്ചു പറയാം. 7 കിലോമീറ്റർ ഒന്നും വന്നു കഴിഞ്ഞാൽ മുതലാവില്ല. വേറെ ഓട്ടോ പിടിച്ച് വിട്ടോന്നറിയാം. നല്ല കസ്റ്റമറാണെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. Your call has been forwarded to voicemail. The person you're trying to reach is not available. At the tone, please record your message. ബിസി വിളിച്ചെടുക്കാത്ത അയാളെ ഓട്ടത്തിന് ഞാൻ പോണം. ഓർഡറാന്ന് പറയാം. അപ്പോൾ ആ ട്രിപ്പ് റൈഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുഖമായി. അരിയത്തുനിന്നുള്ള ഏതായാലും ട്രിപ്പ് കിട്ടും. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എല്ലാം ആണ്. ഓക്കെ, ഇതുണ്ട കസ്റ്റമർ ക്യാൻസൽഡ്. അതാ നല്ല. 7 കിലോമീറ്റർ പോയിട്ട് 200 രൂപയ്ക്ക്. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോയാൽ 200 രൂപ ഉണ്ടോ. പിന്നെ നമ്മൾ കാറ് AC വിട്ട് 7 കിലോമീറ്റർ അവിടെ പോയിട്ട് എന്ത് കസ്റ്റമറെ നന്നാക്കാൻ. അപ്പോൾ യൂബറിൽ കയറണം. യൂബറിൻ്റെ കാര്യങ്ങൾ അറിയണം, എങ്ങനെ യൂബർ അക്കൗണ്ട് തുടങ്ങാം എന്നൊക്കെ അറിയണം. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എല്ലാവരും വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോ, ഫുൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.
7 കിലോമീറ്റർ പിക്കപ്പ്, പിന്നെ 4 കിലോമീറ്റർ. ഞാൻ പോകുന്നില്ല, വേറെ ആരും എടുത്തോട്ടെ. മാച്ച് ട്രിപ്പാണ്, എടുത്തിക്കില്ലേ കുഴപ്പമില്ല. അതിപ്പം മാച്ചായിട്ട് വന്നില്ല, ഇനി മെല്ലെ ഓഫ് ചെയ്തിടാം. അല്ലെങ്കിൽ എനിക്ക് അത് ഓട്ടമായിട്ട് തന്നെ വരും. ഓട്ടമായിട്ട് വന്നാൽ ഞാൻ എടുത്തിക്കില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം കണ്ടോ 4.91 റേറ്റിംഗ് ഉണ്ട് എനിക്ക്, 93 അക്സെപ്റ്റൻസ്. ഇതുവരെ ക്യാൻസലേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വെറുതെ എന്തിനാ. അപ്പം ഞാനത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എടുത്തിക്കില്ലെങ്കിൽ ക്യാൻസലേഷൻ റേറ്റ് കൂടും. ഇത് കൂടുമ്പോൾ ചിലപ്പോൾ ഓട്ടം കുറയുമെന്നൊക്കെ പറയും, പക്ഷേ ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഒരു ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു, അത് പിന്നെ ഈ മാസം അത് ക്ലിയർ ആയി തോന്നുന്നു. അപ്പോൾ ഇനി നോക്കാം. ഇതിൽ ഞാൻ കൈവച്ചത് ആധാർ കാർഡിനെ കാട്ടിയും കഷ്ടം ഇതിലെ ഫോട്ടോ കാണാൻ. അതാണ്. നമുക്ക് ഇവിടുന്ന് മെല്ലെ ഒന്ന് തെറിക്കാം, കലൂര ഭാഗത്തേക്ക് പോവാം. ഇന്നത്തെ കൈനി കോട്ട CNG 2 കട്ട CNG ഉണ്ട്. പെട്രോളിൽ ഓടിയാൽ മതി, അവിടെ പെട്രോളുണ്ട്. 500 അടിച്ചിന് മെന്നാന്ന്. അപ്പോൾ ഇവിടുന്ന് മെല്ലെ തെറിക്കല. അപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. 2 കിലോമീറ്ററാണ് പിക്കപ്പ്, 2.7. അത് ഇതിലേ പോവാം. അപ്പോൾ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആർ യു കമ്മിങ്, യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം ഓൺ മൈ വേ. ഓക്കെ, അപ്പോൾ അത് ചെന്ന് നോക്കാം. കലൂരിക്കാണ് കിട്ടിയത്, അപ്പോൾ അതും കൂടെ ആകുമ്പോൾ സുഖമല്ല, ഊബറിനെ കാത്ത് കണ്ടാലോ. ഓക്കെ, അത് പോയിട്ട് പിക്കപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ റാപ്പിഡോയിൽ നമുക്ക് 236 കിട്ടിയത്, 8 കിലോമീറ്റർ ഓടിയിട്ട്. അപ്പോൾ ആ കസ്റ്റമർ ഈ പോകുന്നതാണ് കസ്റ്റമർ. ഓക്കെ, ഇവരാണ് കസ്റ്റമർ. അപ്പം അത് ഓക്കെ. അപ്പോൾ റാപ്പിഡോയിൽ 236, പിന്നെ നമ്മുടെ യൂബറിൽ 1537, 1537, 236, 1760 കിട്ടിയത്. അപ്പോൾ CNG ഒരു 2 ഘട്ട ബാക്കിയുണ്ട്. അടുത്തത് പള്ളുരുത്തി, കലൂരിന്ന് പള്ളുരുത്തി. ഇനിയിപ്പോൾ ഓടുന്നില്ല, മതി ഇന്നത്തെ, ഇനി വേണ്ട. അടുത്ത റാപ്പിഡോ ഓർഡർ വന്ന് പള്ളുരുത്തിക്കാണ്. ഇന്ന് ഞാൻ എടുക്കുന്നില്ല, മതി. ഓഫാക്കി റാപ്പിഡോ ഓഫ് ചെയ്തിട്ടെ. റാപ്പിഡോ പിന്നെ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ നല്ല ഓർഡർ വരികയാണെങ്കിൽ വേണമെന്ന് എടുക്കാം, അങ്ങനെ. അപ്പോൾ ഇനി എന്തായാലും വണ്ടി കയറ്റി വെക്കാം. നമ്മൾ വളച്ച് റാപ്പിഡോയിൽ ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട്. അടിച്ചിറക്ക് 230, 10 കിലോമീറ്റർ 23 വെച്ചിട്ട് കിട്ടും. പിന്നെ ഓടം വയ്യ കാക്കനാടേക്കൊന്നും. എല്ലാം 8-9 റുപ്യ ആ റേറ്റിനാ, അല്ല 8-9 കിലോമീറ്റർ. ഇനി വയ്യ, കയ്യോ നടുപടിയോ. റാപ്പിഡോ ഓഫാക്കിയിട്ടുണ്ട്, പോവാം, നമുക്ക് വണ്ടി കയറ്റി വെക്കാം. അപ്പം ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഓട്ടം 10 മണിക്ക് നമ്മൾ ഓട്ടം അവസാനിപ്പിച്ച് 4 മണിക്ക് ഇറങ്ങിയതാണ്. 6 മണിക്കൂർ ഓടി. യൂബറിലപ്പോൾ 1537 ട്രിപ്പ് യൂബറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. റാപ്പിഡോയിൽ 1 ട്രിപ്പുമാണ് കംപ്ലീറ്റ് ചെയ്ത്. റാപ്പിഡോൻ്റെ കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ റാപ്പിഡോൻ്റെ ഏണിങ്സാണ്, ടുഡേ ഏണിങ്സ് 236. അതാണ് ഇന്നത്തെ റാപ്പിഡോൻ്റെ ഏണിങ്സ്. 1537, 236, 1760 സംതിങ്. അപ്പോൾ നമ്മൾ 800 രൂപക്കാണ്, 700 സംതിങ് ആണ് CNG ഇന്നലെ അടിച്ചത്. ഇന്നലെ നമ്മൾ എന്നിട്ട് 4 ഓട്ടം ഓടിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ 4 ഓട്ടത്തിന് ശനിയാഴ്ച ഇന്നലെ 400 സംതിങ്ങോ ഇവിടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10-16, 4 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഏകദേശം 6 മണിക്കൂർ 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ റാപ്പിഡോ പാട് ട്രിപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. റാപ്പിഡോയിൽ ഇന്നത്തെ ഏണിങ്സ് വരുന്നത് 236. അപ്പോൾ 236, പിന്നെ യൂബറിൻ്റെത് 1537, റാപ്പിഡോ 236, 1770 രൂപ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CNG അടിച്ചത് ഇന്നലെയാണ്. നമ്മൾ CNG അടിച്ചത് ഇന്നലെ CNG അടിച്ചത് ഏകദേശം 700 രൂപയ്ക്കാണ്. ഇന്നലെ നമ്മൾ ഓടിയിട്ട് നമുക്ക് കിട്ടിയ ഏണിങ്സ് 411. പിന്നെ ഒരു റാപ്പിഡോൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇന്നലെ. ഒരു 800 രൂപ ഏണിങ്സ് ഇന്നലെ ഉണ്ടാവും.
അപ്പോൾ ഇന്നലെ 700 CNG അടിച്ചിട്ട് ഇന്നലെ ആ CNG പൈസ ഇന്നലെ കിട്ടി. പിന്നെ ഈ കാണുന്ന പൈസയാണ് പ്രോഫിറ്റ് 1530. അതാണ് ഇന്ന് കിട്ടിയത്. ഇന്നിനി CNG ഒരു 2 ഘട്ടമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ 149. ഇന്നലെ ഒരു 30-40 കിലോമീറ്റർ അങ്ങനെ ഓടി. ഇന്നൊരു 110 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏണിങ്സ്. അപ്പോൾ ഇന്ന് പിന്നെ ചെറായും അവിടെയൊക്കെ പോയിട്ട് നല്ല ക്ഷീണം. ഫുള്ള് റോഡ് ബ്ലോക്കും. കുറേ നേരം ഒരു 10 കിലോമീറ്ററൊക്കെ ഓടണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ അത്രയൊക്കെ അങ്ങനെ ഓടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എടുത്തത് പിന്നെ ഓടി അങ്ങനെ അത് ഫുള്ള് ഫിനിഷാക്കി. ഇനി അപ്പോൾ ഇന്ന് പിന്നെ മതി, നേരത്തെ തന്നെ വണ്ടി കയറ്റാത് വിചാരിച്ച് അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പാർക്കിംഗ് സ്പേസിലിട്ട്. അപ്പോൾ ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, ഫോണ് കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഈ കണ്ട ക്ലാമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, ഇങ്ങനെ അതെത്ര പോരാ. ഇന്നലത്തത് പറഞ്ഞല്ലോ CNG പൈസ ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു 700 CNG അടിച്ച് 800 രൂപ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇന്നത്തെ പ്രോഫിറ്റ്. 1537 റാപ്പിഡോയിലുള്ള 230, 1700, 1800 അടുത്ത് വരും. അപ്പോൾ അത് 4 മണിക്ക് ഇറങ്ങിയിട്ട് 6 മണിക്കൂർ കൊണ്ടുള്ള ഏണിങ്സാണ്. ഓക്കെ, അപ്പം പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇത് നമ്മുടെ പുതിയ ഗ്രൂപ്പാണ്. അപ്പോൾ കൊച്ചി റൈഡേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു 100 ടാക്സികൾ, ട്രാവലർ, പിന്നെ സെഡാന്, പിന്നെ നമ്മുടെ ഹാഷ് ബാക്ക്, പിന്നെ ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എയർപോർട്ട് പിക്കപ്പ്, കൊച്ചിയിലുള്ളവർക്ക് എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ 8086844324 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ഹോം പിക്കപ്പ്, നിങ്ങളുടെ യൂബർ ബുക്ക് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് നമ്മുടെ സർവീസ് ഒന്ന് നിങ്ങൾ നോക്കി നോക്ക്. നമ്മുടെ സർവീസ് ഹോം പിക്കപ്പ് ഡ്രോപ്പ് നിങ്ങൾ എവിടെയുള്ള ഈ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ടൂർ പാക്കേജ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതായത് മൂന്നാർ അങ്ങനെയൊക്കെ ടൂർ പാക്കേജ്, കാർ റെൻ്റൽ വിത്ത് ഡ്രൈവർ എടുക്കാം, കാർ റെൻ്റൽ സർവീസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ യൂബർ ബുക്ക് ചെയ്യുന്നതിൽ ഒരു 2 മിനിറ്റ് മുന്നേ നമ്മളൊന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമ്മൾ പെട്ടെന്ന് നല്ലൊരു സർവീസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. നമ്മൾ 107 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിനുകൊണ്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ, യൂബറിന് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടല്ലോ, നമ്മൾ യൂബറിന് 300 ട്രിപ്പ് എടുത്താലും നമുക്ക് കിട്ടുന്ന ഒരു 200 സംതിങ് ആണ്. ബാക്കി യൂബറുകാരും ഉണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ വിളിച്ച് നമ്മളും ഹാപ്പി, നമുക്ക് ആ പൈസ മൊത്തം നമുക്കും കിട്ടും. നിങ്ങൾക്ക് എന്ത് സർവീസിനും ബെറ്റർ സർവീസ് നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. അപ്പോൾ ആരെങ്കിലും കൊച്ചിയിലുള്ള ചെക്കന്മാരും പിള്ളേർമാരും എല്ലാം കൊച്ചിയിലുള്ള ഒരു ഫാമിലി ആയിരുന്നു, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ, ഇതാണ് നമ്മുടെ നമ്പർ. ഓക്കെ, നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, 80868443. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, ബൈ. ഓക്കെ.